ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മുഴുത്ത പന്നിക്ക് ഇന്ത്യ പണി കൊടുത്തു. നമ്മുടെ മാധ്യമങ്ങൾ പതിവ് പോലെ ഇത് അറിഞ്ഞില്ല, കേട്ടില്ല. ബംഗ്ലാദേശി പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് താരിഖ് റഹ്മാന്റെ ഉപദേഷ്ടാവ് പേര് സഹേദ് ഉർ റഹ്മാൻ. അത് പ്രധാനമന്ത്രി എന്തു നയമെടുക്കണം, എന്തു തന്ത്രമെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പോളിസി ആൻഡ് സ്ട്രാറ്റജി അഡ്വൈസർ ഇന്നലെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വന്നിറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ ഈ എമിഗ്രേഷനിലെ നമ്മുടെ ഇന്ത്യയിലെ ചുണക്കുട്ടന്മാരായ പിള്ളേർ പിടിച്ചു. അവിടെ നിൽക്കി, ഇയാൾ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്, എന്നോട് ബഹുമാനം കാണിക്കണമെന്നൊക്കെ പറയും. ഇരിടാ, മാറി ഇരിടാ എന്ന് പറഞ്ഞു. മാറി ഇരിടാന്ന് പറഞ്ഞു. ഇരുത്തിയെന്ന് മാത്രമല്ല, 2.5 മണിക്കൂർ ഇരുത്തിയിട്ട് ഇയാളുടെ ജാതകം ഉൾപ്പെടെ സകലതും പരിശോധിച്ചു. ദേഹപരിശോധന നടത്തി, പെട്ടി തുറന്ന് സകലതും പരിശോധിച്ചു. എന്നിട്ട് ഒരു 10 പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് മുന്നിലോട്ട് ഇട്ട് കൊടുത്തു. ഇന്ത്യക്കെതിരെ താൻ സമീപകാലത്ത് താരിഖ് റഹ്മാന്റെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവൊക്കെ ആയിരിക്കാം, പക്ഷെ താൻ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ താൻ സഹേദ് ടാക് എന്ന് പറയുന്ന തൻ്റെ ഒരു യൂട്യൂബ് ചാനലിലെ അതിലൂടെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് താൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ഇയാൾ പറഞ്ഞു ഇന്ത്യൻ ഓഷ്യൻ അസോസിയേഷൻ അവരുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശി സംഘത്തെ നയിക്കാനാണ് ഞാൻ വന്നത്. താനിപ്പോൾ നയിക്കേണ്ട. അങ്ങനെ താൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ ഇന്ത്യ ഫാസിസ്റ്റ് രാജ്യമാണ്, ഫാസിസ്റ്റ് മോദി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ബംഗ്ലാദേശ് സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ബംഗ്ലാദേശിൽ ഇന്ത്യ ഹിന്ദു കാർഡ് കളിക്കാൻ നോക്കുന്നു, എന്നിട്ട് ബംഗ്ലാദേശ് കറണ്ട് കൊടുക്കുന്നത് അദാനിയാണ്, അദാനി പവറിൻ്റെയും ത്രിപുരയിലെ വൈദ്യുതി ബോർഡിൻ്റെ കറണ്ട് കൊണ്ടാണ് ഈ പന്നികൾ വട്ടം കണ്ട് കിടക്കുന്നത്. എന്നിട്ട് ഇവൻ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വിദ്വാൻ്റെ അഡ്വൈസർ, രാഷ്ട്രീയ തന്ത്രപരമായ കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന ഇവൻ പറഞ്ഞെന്നറിയോ, അദാനിക്ക് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്, ഗതികേട് കൊണ്ട് കൊടുക്കുകയാണ്, പക്ഷേ അദാനിക്ക് കൊടുക്കുന്ന കാശ് മുഴുവൻ ഇന്ത്യയിൽ BJPക്കും RSSനുമുള്ള ഫണ്ടായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുകയും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹേദ് ഉർ റഹ്മാൻ ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ അവന് ചുവപ്പ് പരവതാനി വിരിച്ച് ചായയും നാരങ്ങ വെള്ളവും കൊടുത്ത് ഇന്ത്യ സ്വീകരിക്കണോ? ഈ അടുത്ത കാലത്ത് എന്തൊക്കെയാണ് നടന്നത്? ബംഗാളിലെ ഗായ് ബന്ധ എന്ന് പറയുന്നൊരു ജില്ലയുണ്ട്. ഗായ് ബന്ധ ജില്ലയിൽ ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കാളി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ബംഗാളിൽ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ, അറിയാമല്ലോ. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ ചേർന്ന്, ഹിന്ദു സംഘടനകൾ ഈ ക്ഷേത്രം ചേർന്നിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പ്രതിമ, ശ്രീരാമചന്ദ്രൻ്റെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രതിമ, 82 അടി ഉയരമുള്ള ഒരു പ്രതിമ. അവരുടെ പൈസ കൊണ്ട്, അവരുടെ കാശ് കൊണ്ട്, അവർക്ക് പരിമിതമായുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് അവരുടെ പ്രതിമയുടെ നിർമ്മാണം ആരംഭിച്ചു. ഉടനെ അവിടുത്തെ ജമായത്തെ ഇസ്ലാമി, നമ്മുടെ ഇവിടുത്തെ ഔട്ട് ഓഫ് ഫോക്കസ് അടുപ്പുകൂട്ടി ചർച്ചകൾ നടത്തുന്ന അവന്മാരുടെ അവിടുത്തെ രൂപം, അവന്മാർ വന്നിട്ട് ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. നേരത്തെ മറ്റേ ഉണ്ടല്ലോ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനിസ്, അവനായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാവയായിട്ട്. പക്ഷേ അയാൾ പോയിട്ട് ഇപ്പോൾ താരിഖ് റഹ്മാൻ വന്നതിന് ശേഷവും ജമാഅത്തെ ഇസ്ലാമി മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞാൽ താരിഖ് റഹ്മാൻ ഒരാഴ്ച മൂത്രം ഒഴിക്കില്ല. ഈ രാധാ ഗോവിന്ദ് ക്ഷേത്രത്തിലെ ശ്രീരാമ പ്രതിമയുടെ നിർമ്മാണം തടയണമെന്ന് ആവശ്യപ്പെട്ടു, തടഞ്ഞു. തീർന്നില്ല, ധാക്കയിലെ ഖിൽഗേത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദുർഗാക്ഷേത്രം ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. ഇവിടെ ചില സുഡാപ്പികൾ ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കും. ഇവിടെ നിങ്ങൾ മോസ്കൊക്കെ പൊളിക്കുന്നില്ല. ഇവിടെ മോസ്കൊക്കെ പൊളിക്കുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ സ്ഥലത്ത് റവന്യൂ ഭൂമിയിൽ കയ്യേറി ഒരു അനുമതിയുമില്ലാതെ ഉണ്ടാക്കുന്നതൊക്കെ പൊളിക്കാൻ നോട്ടീസ് കൊടുത്തിട്ട് പൊളിക്കാമെന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പൊളിക്കുന്നത്. ഈ അള്ളാഹുവിൻ്റെ എല്ലാ ഭൂമിയൊന്നും അങ്ങനെ കരുതുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ അള്ളാവിൻ്റെ ഒന്നുമല്ല, വഖഫ് ഭൂമിയൊന്നും അല്ല ഇന്ത്യ മുഴുവൻ. ആക്കാനുള്ള ശ്രമമൊക്കെ നിങ്ങൾ നടത്തി. പക്ഷേ പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചത് നിയമപ്രകാരം ഇന്ത്യയെ പൊളിക്കുന്നുണ്ട്. അവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ദുർഗാക്ഷേത്രം വേണ്ട, ഇത് ഞങ്ങൾക്ക് ഷിർക്കാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ഇവന്മാർ തന്നെ ഈ ഊശാൻ താടിയുള്ള ഈ ഊളകൾ തന്നെ ഒരു ബുൾഡോസറായിട്ട് വരുന്ന ഇടിച്ചു പൊളിച്ച് കളയുന്നു. അടുത്തിടയ്ക്കാണ് പൊളിച്ചത്. ഖിൽഖേത്തിലെ ദുർഗാക്ഷേത്രം പൊളിച്ചു. ഫരീദ്പൂർ, മൈമൻ സിംഗ്, തങ്കയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ പോളിസി ആൻഡ് സ്ട്രാറ്റജി അഡ്വൈസർ ഓഫ് ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാന്റെ അഡ്വൈസറായിട്ടുള്ള
ഈ സഹോദ് ഉർ റഹ്മാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. ഇയാൾ ആ ചുമതലയിൽ വന്നതിന് ശേഷമാണ്, അയാളുടെ ആഹ്വാന പ്രകാരമാണ് ഇത് നടന്നതെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ഇന്ത്യക്ക് ഇതൊക്കെ അറിയാം. ഇതൊക്കെ അതെല്ലാം കൂടെ കാണിക്കുന്ന 10 പേജ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാറിനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടോ, സാറിൻ്റെ പേര് ലിസ്റ്റിലുണ്ട്, സാർ എപ്പോൾ വന്നാലും സാറിനെ പിടിച്ചു നിർത്തി കൂമ്പിന് 4 ഇടി ഇടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെങ്കിലും അതിന് നിയമം പറയാത്തതുകൊണ്ട് സാറിനെ അവിടെ പിടിച്ചു വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിനെ 2.5 മണിക്കൂർ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇന്നലെ പിടിച്ചിരുത്തിയിട്ട് എന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു, ഞാൻ അവിടുന്ന് ബംഗ്ലാദേശി പ്രധാനമന്ത്രിയുടെ അഡ്വൈസറാണെന്നുള്ള കടലാസൊക്കെ വന്നു അവിടുന്ന്. അപ്പോൾ ഡാക്കയിൽ നിന്ന് ഫാക്സൊക്കെ വന്നു, ഞങ്ങളുടെ ആളെ പിടിച്ചു വെച്ചിരിക്കുന്നു, വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞ് അത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ വരെ വന്നതല്ലേ, വേണേ അവിടെ ഇറങ്ങിയിട്ട് പരിപാടി കഴിഞ്ഞാൽ അപ്പം സ്ഥലം വിട്ടോണം എന്ന് പറഞ്ഞ് 1 ടൈം എക്സംഷൻ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് ഫീൽ ചെയ്തു കേട്ടോ, ഞാനൊരു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവല്ലേ, നിങ്ങളുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിനൊക്കെ ഞങ്ങളൊക്കെ എന്തൊരു വലിയ പരിഗണനയും സ്വീകരണമാണ് കൊടുക്കുന്നത്, നമ്മൾ നാളെയും കാണേണ്ടതല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഈ ചങ്ങാതി വിലപിച്ചു. പക്ഷേ എന്ത് ബംഗ്ലാദേശ്, ഇന്ത്യയുടെ കാൽച്ചൂട്ടിൽ കിടക്കാൻ യോഗ്യതയില്ലാത്ത പട്ടിണിയാണ് പരമദരിദ്രമായ ഈ പന്നിക്കൂട്ടത്തെ നമ്മൾ എന്തിനാണ് അത്ര വലിയ പരിഗണനയൊക്കെ കൊടുക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അദ്ദേഹം ഇവന്മാർ ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 3 തവണയായിട്ട് 50,000 ടൺ അരി വീതം കൊടുത്തു. മനുഷ്യത്വം ഇന്ത്യയുടെ നയമാണ്. ഇവരൊക്കെ ഇത് തിന്നിട്ട് എല്ലിനിടെ കയറി കുത്തിക്കയറി വീണ്ടും നമുക്കിട്ട് പണിയാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കറണ്ട് കൊടുക്കും നമ്മളാണ്. കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്തു, ഇടയ്ക്ക് പണിയും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇതുപോലത്തെ പണിയും നൈസായിട്ട് നമ്മൾ കൊടുക്കും. ഏതായാലും സംഗതി ഏറ്റു. അദ്ദേഹം ആകെ വികാരപരവശനായിട്ട് ഈ സാഹിദ് ഉർ റഹ്മാൻ പറഞ്ഞു, എന്നെ ഇത്രയൊക്കെ അപമാനിച്ചില്ലേ, എൻ്റെ തുണി കഴിച്ച് വരെ പരിശോധിച്ചില്ലേ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എണ്ണി എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ വായിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ ഇനി ഇന്ത്യ വരുന്നത് ഞാൻ പോവുക, എന്നാൽ അടുത്ത ഡാക്ക ഫ്ലൈറ്റ് പൊക്കോളാൻ പറഞ്ഞു. അയ്യോ അതുവരെ കാത്തിരിക്കാൻ നേരമില്ല, പുള്ളി മേടിച്ചു പോയി. 2.5 മണിക്കൂർ നമ്മുടെ പിള്ളേർ പിടിച്ച് നിർത്തി, നല്ല ഗടാഗടിയും പിള്ളേരാണ്, കുനിച്ച് നിർത്തി 4 ഇടി ഇടിച്ചാൽ കിട്ടിയതാണല്ലോ എന്ന് എഴുതിയിട്ട് പുള്ളി പറഞ്ഞു, അടുത്ത ഡാക്ക ഫ്ലൈറ്റ് ഒന്നും നിൽക്കണ്ട, ആദ്യം വരുന്ന വണ്ടി ഏതാണോ അതേ ഞാൻ കയറി പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ സാഹിദ് ഉർ റഹ്മാൻ നേരെ ശ്രീലങ്കയ്ക്ക് പോയി. ശ്രീലങ്കയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ഡാക്കയ്ക്ക് പോയി. ആലോചിച്ച് നോക്കിയേ, ഡൽഹിയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഡാക്കയ്ക്ക്, അതിന് പോലും കാത്തു നിൽക്കാതെ ആദ്യം വന്ന വിമാനത്തിൽ കയറി, അത് ശ്രീലങ്കയ്ക്കായതുകൊണ്ട് മൂപ്പർ ശ്രീലങ്കയ്ക്ക് പോയിട്ട് അവിടുന്ന് അടുത്ത വണ്ടി പിടിച്ച് ഡാക്കയ്ക്ക് പോയി. സർക്കാരിൻ്റെ കാശല്ലേ, കറങ്ങാമല്ലോ. പക്ഷേ സദ്ദാം പിന്നെ ശ്രീലങ്ക ഒന്നും കണ്ടിട്ട് പോകാമെന്ന് വെച്ചൊന്നും അല്ല പോയത്, എങ്ങനെയെങ്കിലും ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് വണ്ടി സ്വന്തം നാട്ടിലേക്കുള്ള വണ്ടി കാത്തിരിക്കാതെ ശ്രീലങ്കയ്ക്കുള്ള വണ്ടി കയറി അവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഈ ചങ്ങാതി എയർപോർട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവരൊരു ഡിപ്ലോമാറ്റല്ലേ. എന്ത് ഡിപ്ലോമാറ്റ്? ആ രാജ്യം ഇന്ത്യയുടെ ഭിക്ഷയായി നമ്മുടെ പട്ടാളക്കാർ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് 1971 കിഴക്കൻ പാകിസ്ഥാന് മോചനം ഉണ്ടാക്കി കൊടുത്തതാണ്. മുക്തി ബാഹിനി എന്ന് പറയുന്ന വിമോചന സേനയ്ക്കൊപ്പം ഇന്ത്യൻ പട്ടാളക്കാരും കൂടെ യുദ്ധം ചെയ്താണ് ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്. അതിനുശേഷം എന്താണ് ഈ ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമി പന്നിക്കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ അതിർത്തി മാന്തുക. പശ്ചിമ ബംഗാളിൽ ഭരണം മാറിയപ്പോൾ അതിർത്തിയിൽ വന്ന് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്ന BSFനെ വെല്ലുവിളിക്കുക, നമ്മുടെ നാട്ടിലേക്ക് ആളുകളെ നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടുക. എന്തിന്? ഇന്ത്യ അവിടെ അവശേഷിക്കുന്ന നാമമാത്രമായ ഹിന്ദുക്കളെ പോലും കൊന്നൊടുക്കുക, ഹിന്ദു നാമധാരികളായ മുഴുവൻ പേരെ കൊന്നൊടുക്കുക തുടങ്ങിയ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന നെറികെട്ട രാജ്യമാണ്. എന്തിനാ ആ രാജ്യമുണ്ടാക്കിയ മുജീബുർ റഹ്മാൻ്റെ വീട് കത്തിച്ചു കുമാർ. നോക്കൂ, നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധിയെ പോലെയാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ വേണ്ടി, രൂപീകരിക്കാൻ വേണ്ടി സമരം ചെയ്ത മുജീബുർ റഹ്മാൻ്റെ പ്രതിമ തകർത്തു, വീട് കത്തിച്ചു. എന്നിട്ട് കിഴക്കൻ ബംഗാളിലെ, കിഴക്കൻ പാകിസ്ഥാനിലെ ആളുകളോട് അതിഭീകരമായി പെരുമാറിയ പാകിസ്ഥാൻ സേനയോട് യുദ്ധം ചെയ്താണ് ബംഗ്ലാദേശ് അവരുണ്ടാക്കിയത്. ആ പാകിസ്ഥാനുമായിട്ട് ബായി പറഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുന്നു. പാകിസ്ഥാനാണ് ഇന്ത്യയേക്കാൾ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്ന ഈ രാജ്യം. താരിഖ് റഹ്മാനും അത്ര നല്ല മോനൊന്നുമല്ല, ഇന്ത്യ വിരുദ്ധതയുടെ ആശാനാണ്. ഏതായാലും അയാളുടെ സെക്രട്ടറിക്ക് പ്രത്യേക ഉപദേഷ്ടാവിന് ഇന്ത്യ കൊടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കണം. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു. ഇന്ത്യക്ക് ഇങ്ങനെ ചില നീരസം,
പ്രധാനമന്ത്രിയെ പിടിച്ചിരുത്തി ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കാര്യസ്ഥന് നന്നായി സൽക്കാരം കൊടുത്ത് ഇന്ത്യ തിരിച്ചയച്ചു എന്നതാണ് വാർത്ത. ഇന്നത്തെ ദേശീയ ദിനപത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്. പതിവ് പോലെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ദിനപത്രങ്ങളിൽ വാർത്തയില്ല, വാർത്ത കൊടുക്കില്ല. കാരണം ബംഗ്ലാദേശി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ വികാരം വ്രണപ്പെടുമല്ലോ. അതുകൊണ്ട് അവർക്ക് നൊമ്പരമുണ്ടാവുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചാനലിനൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും അത് ചെയ്യണേ.